ഇന്ന് ഞാനിവിടെ ഒരു പുഴുക്കാണ് ഉണ്ടാക്കുന്നത്. പുഴുക്കിനുള്ള കപ്പയാണ്. ഇത് 1/2 കിലോ കപ്പയാണ്. ഉണക്ക് കപ്പയാണ്, വാട്ടി ഉണങ്ങിയ കപ്പ. ഇതിൻ്റെ കൂടെ ഇടാനുള്ളത് മുതിരയാണിത്. മുതിര ഞാൻ കുതിർത്ത് വാരി വെച്ചേക്കുന്നതാണ്. ഇപ്പം ഇത് വെന്താൽ മതി. 1/4 കിലോ കുതിരയാണ്, 1/4 കിലോ മുതിരയാണിത്. പിന്നെ ചേന, ചെറിയ ചേനയാണ്. ചേമ്പും വിത്ത് 2, 4, 6, 8 എണ്ണം ഉണ്ട്. 9 ചേന വിത്തുണ്ട്. ചക്കക്കുരു ഇത്ര ഒഴുക്കിനുള്ളത്. ഇത് ഞാൻ കഴുകി വെച്ചേക്കുന്നതാണ് കപ്പ. എന്നാലും ഒന്നുകൂടി ഒന്ന് കഴുകി വാരി അടുപ്പിലിട്ട് കപ്പ അടുപ്പ് കപ്പ വേവായി. അതിനകത്തോട്ട് നമുക്ക് ചക്കക്കുരു ഇടാം. ചക്കക്കുരു കഴുകിയതാണ്. അത്രയും ചക്കക്കുരും വേവായി. ഇതിനകത്തോട്ട് നമുക്ക് ചേമ്പിടാം. പുഴുക്കിനുള്ള അരപ്പിനാണ് ഇത്. അരയ്ക്കാനായിട്ടുള്ള ചേരുവകളാണ്: തേങ്ങ 1 മുറിയാണിത്, കാന്താരി മുളക്, ജീരകം 1 കാൽ സ്പൂണാണ്, ഉള്ളി ഒരു 10 എണ്ണം ഉണ്ട്. അത് ഈ പൊളന്നാണ് ഇട്ടേക്കുന്നത്. വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് 2 എണ്ണമാണ്. അതൊന്ന് 3-4 വട്ടം കീറിയിട്ടേക്കുവാണ്. കറിവേപ്പില, ഉള്ളി ഇതിനകത്തോട്ട് ഇട്ടാൽ മതി. മഞ്ഞപ്പൊടിയാണിത്. മഞ്ഞപ്പൊടി ഇട്ടൊന്ന് ഇളക്കുവാണ്. അപ്പോൾ ബോധയാണ് ചക്കക്കുരും കപ്പയും പിന്നെ ചേമ്പും കൂടാണ്. ഇത് ഒന്നിച്ചിട്ട് വെന്തതാണ്. മുതിരയാണിത്. തന്നെയാണ്. ഇതിനകത്തെല്ലാം ഉപ്പിട്ടായതുകൊണ്ട് പ്രത്യേകിച്ച് ഉപ്പിടുന്നില്ല. അരപ്പ് കപ്പയും ചേമ്പും ചക്കക്കുരിയും കൂടാണിത്. മുതിര, കറിവേപ്പില, തുള്ളി ഉപ്പും കൂടി ഇട്ടേക്കാം. ചിലപ്പോൾ ഉപ്പ് ഇല്ലാതെ വന്നെങ്കിൽ. പിന്നെ നമുക്ക് ഇവിടെ വെച്ചാൽ മതി. നമുക്ക് ഈ അരപ്പ് നേടാൻ വേണ്ടിയിട്ട് അടുപ്പേ വെച്ച് ഒരു 10 മിനിറ്റ് തീ കൊടുക്കാം. ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ചു, പച്ച വെളിച്ചെണ്ണ. ഉടുക്ക് റെഡിയായി. ഇതൊരു 10 മിനിറ്റ് വാങ്ങി വെച്ച് കഴിയുമ്പോൾ ഇത് നല്ലപോലെ അങ്ങ് മുറുകും. അതായത് മാറും. മുറി കഴിയുമ്പോഴത്തേക്ക് അത് കഴിക്കാനായിട്ടൊക്കെ കഴിയും. ഇച്ചിരി അയഞ്ഞായിരിക്കുന്നതിനും പറ്റി കത്തിച്ചാൽ അത് അടിയിൽ പിടിക്കും.
ഒരു 10 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ ഇതങ്ങ് മുറുകുന്നുണ്ട് പോലെ. അപ്പോഴാണ് കഴിക്കുന്നത്. റെഡിയായി. ഇങ്ങനെ ഇച്ചിരി മുറുക്കി എടുക്കണമെന്നുള്ളവർക്ക് പിന്നെ ഒന്നുകൂടെ മുറുക്കി എടുക്കാം. ഇവിടെ ഇപ്പം ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ അരിഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം. ഇത് ഉള്ളിക്കാണുക ഉണക്കുകപ്പ വാട്ടുകപ്പയും ചേമ്പും വിത്തും ചേനയും മുതിരയും ചക്കക്കുരുവും കൂടി ചേർന്നുള്ള പുഴു കാണുക. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.